സെൽവ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്കക്കുരു കറിയാണേ. അപ്പം ചക്കക്കുരു മാങ്ങായും ഇട്ടുള്ളൊരു കറിയാണേ. ഞാനന്ന് ചെമ്മീൻ കറി വെച്ചതിൻ്റെ ചെമ്മീൻ്റെ തല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ചെമ്മീൻ വലിയ ചെമ്മീനല്ലായിരുന്നു. അപ്പം ചെമ്മീൻ്റെ ഈ ദശഭാവം മാത്രം ഞാനന്ന് കറി വിട്ടുള്ളായിരുന്നു. എൻ്റെ തല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചക്കക്കുരു ഇട്ട് കറി വെക്കാൻ വേണ്ടി അന്ന് എടുത്ത് വെച്ചത് തന്നെയാണ്. അപ്പം ചക്കക്കുരുവും മാങ്ങയും ഈ ചെമ്മീനും ഇട്ടുള്ളൊരു ചെമ്മീൻ്റെ തലയാണേ, അത് ഇട്ടുള്ളൊരു കറിയാണ് ഞാൻ വെക്കുന്നത്. തേങ്ങ അരച്ചാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ഞാൻ ഈ ചക്കക്കുരു ആദ്യം ഒന്ന് വേഗം വെക്കട്ടെ. ചക്കക്കുരു നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ശകലം മഞ്ഞപ്പൊടിയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ചക്കക്കുരു പകുതി വേവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങയും പച്ചമുളകും ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാവേ. ചക്കക്കുരു ഒന്ന് തിളച്ച് പകുതി വേവാകട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പം നമ്മളിത് അരപ്പിനുള്ള അരമുറി തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരകിയതാണിത്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 ചുമന്നുള്ളി, ഇതാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാവേ. അപ്പം നമ്മൾ ചക്കക്കുരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങായും ചെമ്മീൻ്റെ തലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു മാങ്ങയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു മാങ്ങയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അധികം ഓവർ പുളിയൊന്നുമല്ല, കുറച്ച് ചെറിയ പുളിയുണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. എരിവ് വേണമല്ലോ, അതുകൊണ്ടാണ് 10 പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പാത്തും ഇല്ല, ഇവിടെ മച്ചായും ഇല്ല. അപ്പം നമുക്ക് ഇതെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മൾ പച്ചമുളകും മാങ്ങായും ചെമ്മീൻ്റെ തലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ കിടന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. ചക്കക്കുരു പകുതി വേവേ ആയിട്ടുള്ളൂ, ബാക്കി വേവ് ഇതിൽ കിടന്ന് ആയിക്കോളും. ഈ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാൻ ഉപ്പ് കല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവേ. പിന്നെ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചത് വേവിക്കാവേ. എല്ലാം കൂടെ നല്ലപോലെ വെന്ത് വരട്ടെ. അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്തോന്ന് നോക്കാവേ. ചക്കക്കുരുവിനും ചെമ്മീനും മാങ്ങായും നമ്മുടെ ചക്കക്കുരു ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വെന്തോന്ന് നോക്കട്ടെ. കറിയുടെ ആവി പൊങ്ങുന്ന കാരണം ക്യാമറയിലോട്ട് ഇത് അടിക്കുന്നു. ചക്കക്കുരൊക്കെ വെന്തോന്ന് നോക്കട്ടെ. നല്ലപോലെ വെന്തിട്ടുണ്ട്. ചക്കക്കുരൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് ചേർക്കാനുള്ള അരപ്പൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിയുമ്പം തീ നമുക്ക് നല്ലപോലെ കുറച്ച് വെക്കാവേ. എന്നു വെച്ചാൽ അരപ്പ് തിളയ്ക്കാൻ പാടില്ലല്ലോ. അരപ്പ് നല്ലപോലെ ചൂടാക്കി നമ്മൾ ഇതാക്കത്തേ ഉള്ളൂ. അപ്പം അരപ്പ് തിളക്കില്ല. ഇനിയിപ്പം ശകലം വെള്ളം ജാറ് കഴിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ വെള്ളമൊക്കെ കറക്റ്റ് ചേർത്തിട്ടുണ്ട്. തീയും നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറി നല്ലപോലെ ചൂടാകട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് താളിക്കാം. അപ്പം ഞാൻ ഇച്ചിരി നീട്ടി എടുത്തേക്കുന്നത് എന്നാന്ന് വെച്ചാൽ മാങ്ങായും ചക്കക്കുരും ഒക്കെ ഇരുന്ന് റെഡിയായി വരുമ്പോൾ അല്ലെങ്കിൽ ഇതൊന്ന് കുറുകി പോവേ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് താളിക്കാം. തീ കൂട്ടി വെക്കുകയും ചെയ്യില്ല, ചെറു തീയിൽ ഇളക്കി ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ താളിക്കാനുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് താളിക്കാൻ. ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചട്ടി എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് ഉള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ കടുവൊക്കെ പൊട്ടിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കാവേ.
ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ഇച്ചിരി ക്ലാരിറ്റി കുറവ് വരും. എന്നാന്ന് വെച്ചാൽ നാത്തും മച്ചാൻ ഇല്ലാത്തതുകൊണ്ടാവും ഫോണും അതിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇവിടെ ഇരുന്നൊരു ഫോണിൽ അതിനകത്ത് ക്യാമറയ്ക്ക് ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. എങ്കിലും സാരമില്ലെന്ന് വെച്ചാൽ അങ്ങ് എടുക്കാമെന്ന് ഞാൻ വെച്ച്. ഇനി ഇതെല്ലാം നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് കറി ചേർത്ത് കൊടുക്കാവേ. ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ കറിയൊക്കെ താളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാടൻ കറി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.